ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹെൽത്തിയും അതോടൊപ്പം തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് ഗോതമ്പ് മാവും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെയുള്ള നല്ലൊരു ഫില്ലിങ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് സാധാരണ നോർമൽ വാട്ടറിൽ നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നത് പോലെ നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിനായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒരു പാനിലേക്ക് ചൂടാക്കിയതിന് ശേഷം ഒരു 7 വറ്റൽമുളക് ഒന്ന് ചൂടാക്കി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ട് നന്നായിട്ട് തന്നെ വറുത്ത് വരണം. ഇനി നമുക്ക് ആ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് വഴണ്ടി വരട്ടെ. ആ ഒരു സമയത്ത് ഞാനിവിടെ വറ്റൽമുളകിനെ കൈ വെച്ചിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മിക്സി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കൈ വെച്ച് തന്നെ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും, നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ. അപ്പോൾ സവാളയും ഇവിടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. അത് പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഈസി ആയിട്ട് എനിക്കിതാണ് തോന്നുന്നത്, ഗ്രേറ്ററിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ കട്ടകളൊന്നും ഇല്ലാതെ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്. അതുപോലെ തന്നെ നമ്മൾ വാട്ടിയെടുത്തിരിക്കുന്ന ഈ ഒരു സവാള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ബീഫാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് വേവിച്ചെടുത്തിട്ടുള്ള, പിന്നീട് മിക്സിയിൽ കറക്കിയെടുത്തിട്ടുള്ള ബീഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ചിക്കനോ മട്ടനോ ഇനിയിപ്പം വെജിറ്റബിൾ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിന് നമ്മൾ ഉപ്പൊന്നും ചേർത്തില്ലല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ കൈവച്ചിട്ടാണെങ്കിൽ കൈവച്ചിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂണ് കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമ്മുടെ മാവൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി മാവിനെ നമുക്ക് നല്ലപോലെ ചപ്പാത്തി മാവ് പരത്തുന്ന പോലെ പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലെ വലുതായിട്ട് പരത്തിയെടുത്ത ശേഷം ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക. കുഞ്ഞു കുഞ്ഞു ബോൾസാക്കിയിട്ട് ചെറിയ ചെറിയ ചപ്പാത്തി പരത്തിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇട്ടിട്ട് ഇത് മുഴുവനായിട്ട് നമുക്ക് വെന്ത് വരേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു ഹാഫ് കുക്കായതിന് ശേഷം നമുക്കിത് ഈ ഒരു തവയിൽ നിന്ന് മാറ്റി കൊടുക്കാം. 2 സൈഡും ഒന്നൊരു ഹാഫ് കുക്കായതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. എല്ലാം തന്നെ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഫ്താറിൻ്റെ സമയത്താണെങ്കിൽ നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസ് റെഡി ആയി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതിനാണ് ഫില്ലിങ് വരുന്നത്. അപ്പോൾ ചൂടോടുകൂടി കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ മുന്നേ ഉണ്ടാക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. ചൂടില്ലാതെ കഴിക്കാനും ടേസ്റ്റ്, ചൂടോടുകൂടിയാൽ ടേസ്റ്റ് ഇല്ലെങ്കിലും ടേസ്റ്റ് ഇല്ലാതെയല്ല. അപ്പോൾ നമുക്ക് ഓരോരോ ചപ്പാത്തി എടുത്ത് ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ആദ്യം കുറച്ച് ചീസ് ഇട്ടതിന് ശേഷം ഫില്ലിങ് വെച്ച് മുകളിൽ പിന്നെ ചീസ്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരുപാട് ചീസ് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മുകൾ ഭാഗത്ത് മാത്രമാണ് ചീസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ മുകളിൽ ഇതുപോലെ ചീസ് വെച്ച് കൊടുത്തിട്ട് ഇതൊരു പേഴ്സ് പോലെ ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതിന് ടാക്കോസ് എന്നാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്ന പലഹാരങ്ങൾക്ക് പറയാറ്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ടാക്കോസ് ഒന്നും അല്ല, പക്ഷേ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ചെറിയൊരു വേരിയേഷനൊക്കെ വരുത്തിയിട്ടുള്ള ഒരു ടാക്കോസ് റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഫില്ലിങ്സ് മുഴുവനായിട്ടും എല്ലാ ചപ്പാത്തിക്കും എത്തിയിരുന്നില്ല, എന്നാലും ഉള്ളതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗീ ഒന്ന് ഒരു പാനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ വേണമെങ്കിൽ കുറച്ച് ഓയിലിൽ ചെയ്യാം. അപ്പോൾ ഞാനിത് ഗീ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ 2 സൈഡ് ഒന്ന് മൊരിയിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ടാക്കോസ് റെഡി ആയിരിക്കും.
അപ്പോൾ വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.